ഹലോ സുഹൃത്തുക്കളെ, ഞാനിന്നേ നമ്മുടെ കൊല്ലത്തെ നീണ്ടകര ഹാർബറിലേക്കാണ് പോണത്. ഹാർബറിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. പക്ഷേ ഞാൻ അവിടെ കൊല്ലത്ത് നിന്ന് നീണ്ടകര ഇറങ്ങി നീണ്ടകരയിൽ നിന്ന് നമുക്ക് വേറെ വഴിക്ക് പോകാം. അതിൻ്റെ പുറത്ത് ഒരു ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട്. അതിൻ്റെ മുമ്പിൽ കൂടി പോകുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ഹാർബറിലേക്ക് എത്തും. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് അടച്ചിട്ട് ഇരിക്കും, നമുക്ക് പോവാം. വണ്ടികളൊക്കെ കയറുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അതിൽ പോണ സമയത്തെ യാദൃശ്ചികമായിട്ട് എനിക്ക് എൻ്റെ കണ്ണിൽപ്പെട്ടതാണ്. അപ്പം ഞാൻ അവിടെ ആ ചർച്ചിൻ്റെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ കുറേ ഫോട്ടോസ് എടുത്തു. ഞാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല എടുത്തത്, അപ്പോൾ അതുകൊണ്ട് വെർട്ടിക്കലായിട്ട് എടുത്തത്. അപ്പോൾ ഞാൻ അങ്ങനെ പോണ സമയത്തുണ്ട് ഒരു അമ്മച്ചി. അതിൽ കുറേ ഇതുപോലുള്ള കുറേ ചെറിയ ചെറിയ വീടുകൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ഗ്ലാസിൻ്റെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ കുറേ ഫോട്ടോകൾ വെച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെയാണ്, അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. അപ്പോൾ ഞാൻ ആ അമ്മച്ചിനെ ഫോളോ ചെയ്തു. അവർ ആ ക്രിസ്തു കൈ രണ്ടും കെട്ടി ഒരു കയറ് കെട്ടി നിൽക്കുന്ന ഒരു ക്രിസ്തുവിനുണ്ട് ഒരു ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ അമ്മച്ചി അതിൻ്റെ മുമ്പിലിരുന്നിട്ട് എന്തൊരു നിഷ്കളങ്കമായിട്ടാണെന്നാ അവരാവശ്യങ്ങളൊക്കെ പറഞ്ഞ് അത്രയും ഭക്തിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരെ ഫോളോ ചെയ്തു. ഈ ഫോളോ ചെയ്യുന്ന സമയത്ത് അവർ സ്വാഭാവികമായിട്ട് എന്നെ കാണുമല്ലോ. ആ കാണുന്ന സമയത്ത് എന്നോട് എന്തിനാ മോനെ പടം പിടിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഫോട്ടോസും ഇതൊക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ സംസാരിച്ചു കുറച്ച് നേരം. അതിലൊരു ആ പള്ളിൻ്റെ കുറേ ഭാഗങ്ങൾ ഇതുപോലുള്ള കുറേ രൂപങ്ങളുണ്ട്. ആ രൂപങ്ങളുടെ മുമ്പിലൊക്കെ ചെന്നിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരൊക്കെ അറിയായിരിക്കും എന്തൊക്കെ ഏതൊക്കെയെന്ന്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ അവർ പറയുന്നത് 3 ദിവസമായിട്ട് ഈ കടൽക്ഷോഭം കാരണം വെള്ളത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഈ പറ്റാത്തത് കൊണ്ട് അവർക്ക് ഈ ചെറുതോണികളൊന്നും ഇറങ്ങാത്തതുകൊണ്ട് ഈ സാധാരണ വീടുകളിൽ കൂടി കൊട്ടയിലും പാത്രത്തിലൊക്കെ കൊണ്ടുപോയി വിൽക്കുന്ന ആൾക്കാർക്ക് മീൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് 3 ദിവസമായിട്ട് പഷ്ണിയാണ് ഓരോ വീടുന്നത്. നമുക്ക് ഈ പാലക്കാടാണല്ലോ നമ്മൾ ഇത്. അപ്പോൾ നമുക്ക് ഈ കടലിനെ കുറിച്ചും അവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും സത്യത്തിൽ അറിയാം. നമ്മൾ ഈ ടി വിയിൽ ന്യൂസിലൊക്കെ കാണാനല്ലേ. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുടങ്ങിക്കഴിഞ്ഞാൽ അന്ന് പഷ്ണിയാണ്. ഇപ്പോൾ റേഷനും കാര്യങ്ങളുണ്ട്, അത് കാര്യങ്ങൾ. എന്നാലും അവരെ വേറെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് പൈസ ഒന്നും അവരുടെ കയ്യിലുണ്ടല്ല. അന്നത്തത് കൊണ്ട് അന്ന് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരിങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്കറിയുന്നത് അവരെ കുറേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ. അതൊക്കെ പറഞ്ഞ് അമ്മച്ചി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ആ ഇതിനെക്കുറിച്ച്. എനിക്ക് അതുപോലെ ഇത്തരം വ്ളോഗുകളൊക്കെ ചെയ്യാനോ എന്തെങ്കിലും പോണ സമയത്ത് ഞാൻ ഇത്തരം ഇതുകൾ പറ്റി തന്നെ കണ്ടില്ലേ കുറച്ച് മുമ്പ് ഈ കൊറ്റികൾ ഈ മീൻ പിടിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനാണ് എനിക്കിഷ്ടം. ഇത് തന്നെ ഇനി കുറച്ചൊന്ന് ചെന്ന് കഴിഞ്ഞാലുണ്ട് ഒരാൾ ചൂണ്ടിടുന്നു. 2 കാലുകളും ഇല്ല തോന്നുന്നു. അയാൾ എന്നിട്ട് ഈ ഹാർബറിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് തന്നെ അയാൾ ചൂണ്ടിട്ട് മീൻ പിടിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇത് തോന്നും. കാരണം അത്രയും മീനുകളുണ്ട്, ഇവിടെ തുച്ഛമായ വിലക്ക് മീൻ കിട്ടും. എങ്കിലും അവർ ഓരോ വ്യക്തികൾ അത് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് എന്തെന്ന് പറയാത്തൊരിത്. എന്താണെന്നിപ്പോൾ പറയാം, എനിക്കും പ്രത്യേകിച്ച് ഒരു ഇത് തോന്നിയില്ല. ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ കാണാം. ഞാൻ എല്ലാവരും എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഈ കടലിൽ നിന്ന് ഹാർബർ ഈ ഇതുകൾ വരുന്നതും ഇതൊക്കെ എടുത്ത് ഞാൻ ഇതുപോലത്തുള്ള കാഴ്ചകൾ എടുത്തത്. ഇത് കണ്ടോ, കുറച്ച് മൈദ ഉരുട്ടിയാണ്ട് ചൂണ്ടിൽ കെട്ടിയാണ്ട് അയാൾ ചൂണ്ട ഇടുകയാണ് ചെയ്യുന്നത്. ഈ ചൂണ്ട ഇട്ടിട്ട് കിട്ടുന്ന മീനേതാ ചെറു മീനുകളെ കിട്ടുന്നത്. സത്യത്തിൽ ഇവിടെ വീണ് കിടക്കുന്ന മീനുകളുണ്ടാവും ഇതിലും വലിയ വലിയ മീനുകൾ. പക്ഷെ എന്നാലും അയാളൊരു വിനോദം, അയാൾക്ക് ഭയങ്കര ഇത്. അയാളെ വടി കണ്ടോ, അയാൾ 2 കാലിൻ്റെ അവിടെ എന്തോ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വടികൾ വെച്ചിട്ടാണ്. ഇനി വലിയ വലിയ ബോട്ടുകൾ വരുന്ന സമയത്ത് അയാൾക്ക് അവിടുന്ന് പെട്ടെന്ന് നീച്ചു പോകും വേണം. അതുപോലെയാണ് ഈ കൊറ്റികൾക്ക് യാതൊരു പേടിയില്ല നമ്മളിന്ന് ആയിട്ട് അതേപോലെ തന്നെ. പിന്നെ അതിലൊരു തോന്നിയത് പിന്നെ അവിടെ വലകളുണ്ട്. ഈ ബോട്ടുകൾ വന്നാൽ ഈ വലകൾ 5-8 ആളുകൾ കൂടിയിട്ടാണ് അത് നേരാക്കുന്നത്. അതിന് ചെറിയ ചെറിയ കണ്ണികൾ പോലും ഈ വത്തൽ പോലുള്ള ചെറു മത്സ്യങ്ങൾ പിടിക്കണ വലകളാണത് അത് നേരാക്കുന്നത്. പിന്നെ അവിടെ എനിക്ക് പ്രത്യേകിച്ച് വേറെ തോന്നിയില്ല. നമുക്ക് അവരോട് ഓരോരുത്തരോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ അവിടുത്തെ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയാണ് അവർ പറയുന്നത്. ഇത്രയ്ക്കുള്ളൂ എനിക്ക് അവിടെ തോന്നിയത്. ഇനിയിപ്പോൾ ഈ മഴയാവുകൊണ്ടായിരിക്കും അവിടെ കൂടുതലായിട്ടൊന്നും തോന്നില്ല.